ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ്റെതാണ് കേട്ടോ. ചിക്കൻ കൊണ്ടൊരു സ്നാക്കാണ്. നമുക്കിപ്പോൾ റമദാൻ വരുവാണല്ലോ, അപ്പം നമുക്ക് തയ്യാറാക്കി ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ചിക്കൻ ചീസ് ബോളാണ്. കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ അതേപോലെ ഒരു രീതിയിലാണ് ഇതും തയ്യാറാക്കുന്നത്. അതേപോലെ ടേസ്റ്റ് അതിനേക്കാളിലും ഒരുപടി മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുതേ. അപ്പം ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 200 ഗ്രാം കാണുമായിരിക്കും. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അല്പം നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി വെക്കാം. പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ ചീസ് ബോൾ ആയതുകൊണ്ടാണ് ചിക്കൻ എടുത്തത്. അപ്പോൾ ബീഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാം, പിന്നെ പ്രോൺസ് കൊണ്ടുണ്ടാക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾ മാത്രം കൊണ്ടുണ്ടാക്കാം. അപ്പം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കത്തില്ല, അതിൻ്റെ വേറൊരു മോഡൽ, അത്രയേ ഉള്ളൂ. ഇനി ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. അത് തൊലിയോടുകൂടി പുഴുങ്ങിയതാണ്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം തൊലി എല്ലാം മാറ്റിയിട്ട് നന്നായിട്ടത് ഉടച്ചെടുക്കാം. ചൂടോടുകൂടി നിങ്ങൾ ഉടച്ചെടുത്താൽ അതൊരു വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിച്ചതിന് ശേഷം ഒന്ന് ആറിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ നിന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. അരഞ്ഞു പോകാതെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പില്ലാതെ കിഴങ്ങ് വേവിച്ച് അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ആവാതെ നോക്കണം കേട്ടോ. ചിക്കനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പാകാതെ നോക്കണം. പിന്നെ അല്പം മീറ്റ് മസാല പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാൻ വേണ്ടി സ്പൂൺ മാറ്റിയിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ വീഡിയോ നല്ല നോയ്സ് കാണും. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കിളികളും കാക്കകളും തമ്മിൽ ഭയങ്കര ബഹളം, അതേപോലെ റോഡിൽ വണ്ടികളുടെ ഭയങ്കര ബഹളം, ഇതെല്ലാം കാരണം നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പിസ്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണല്ലോ ചീസ് ബോൾ. ഇതിനുള്ളിലോട്ട് ചീസ് നിറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചീസ് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തൂക്കുന്നത് നല്ലതാണ്, അപ്പോൾ കയ്യിലൊട്ടി പിടിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി ആദ്യം എല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഉരുളയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതായിരിക്കും കൂടുതൽ എളുപ്പം. അതിലേക്ക് ചീസ് വെച്ചിട്ട് ഉരുളയാക്കി എടുക്കാം. അപ്പം ഇത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ. അപ്പം മറ്റേത് പരത്തിയിട്ട് അതിനകത്ത് വെക്കുമ്പം ചിലപ്പം ഹോള് വരികയും അതേപോലെ നമ്മൾ എണ്ണയ്ക്കകത്ത് വറക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഉരുളയാക്കിയിട്ട് ചെറിയൊരു കുഴിയാക്കിയിട്ട് അതിലേക്ക് ചീസ് നിറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 മുട്ട എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു മുട്ടയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഓരോ ബോൾസും നമുക്ക് ആ മുട്ടയുടെ മിക്സിയിലോട്ടൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നിന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. വേറെ മാറ്റമൊന്നുമില്ല. നമ്മളിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പക്ഷേ ടേസ്റ്റിൽ ഒരുപടി ഞാൻ പറഞ്ഞ പോലെ കട്ട്ലറ്റിനെക്കാട്ടിലും ഒരുപടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് ഈ ചീസ് ബോളിനാണ്. കാരണം ആ ചീസിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ആദ്യം ആ എല്ലാ ബോൾസും ഇതേപോലെ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് വറുക്കാൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വറുക്കാൻ എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൊട്ടും നനവ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ വറുത്തെടുക്കാം. അപ്പം ഓയിൽ നന്നായിട്ട് തിളയ്ക്കുന്നതിന് മുമ്പേ, അതായത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ബോൾസ് ഇട്ട് കൊടുക്കാം. തിളച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. നമ്മൾ ഉള്ളിൽ ചീസൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തായാലും എയർ അതിൻ്റെ ഉള്ളിൽ കാണും. അതുകൊണ്ട് എണ്ണയിലിടുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന ആ സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പൊട്ടിപ്പോവും. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കട്ട്ലറ്റിനെക്കാട്ടിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു വരുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്